ആഷ്മി, ഞാൻ അതിനു മുമ്പ് നമ്മുടെ മുഹമ്മദ് റഹീസ് കൂടി ദുബായിൽ നിന്ന് ചേരുകയാണ്. റഹീസ് ടെലിഫോൺ ലൈനിലാണുള്ളത്. റഹീസ് പറയൂ. റഹീസ്, ഈ ചർച്ചയൊക്കെ നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ യു എയിൽ താമസിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ താമസിക്കുന്ന ഒരാൾക്ക് ഏറ്റവും അധികം ആശ്വാസം ഉണ്ടാക്കുന്നത് ഇനി മുതൽ ഈ ഒരു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധ്യത തുറന്നിരിക്കുകയാണ്. ഈ പുലർച്ചെ ഈ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ഒക്കെ ശബ്ദം കേൾക്കാതെ അത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കാതെ ഒരു മുറിയിൽ തന്നെ 4 or 5 മൊബൈൽ ഫോണുകളിൽ ഒരേ സമയം അലേർട്ട് വന്ന് അത് ഏതാണ്ട് ഒരു വലിയ സൈറൻ മുഴങ്ങുന്ന ശബ്ദം പോലെ മാറി അത് കാതുകളിൽ ഇങ്ങനെ വന്ന് പതിച്ച് ഉറക്കം എഴുന്നേൽക്കാതെ ഒക്കെ കഴിയാൻ പറ്റുന്ന ഒരു 5 ദിവസമെങ്കിലും ഉണ്ടാവുക എന്നുള്ളത്, അതാണ് സത്യത്തിൽ ഒരു ഗൾഫ് രാജ്യങ്ങളിൽ കഴിയുന്ന ഒരാളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം പ്രതീക്ഷ വെക്കുന്ന ഒന്ന് അതാണ്. കാരണം കഴിഞ്ഞ 23 ദിവസങ്ങളിലായി ഈ തരത്തിൽ ഡ്രോണുകളോ മിസൈലുകളോ കാണാത്ത മനുഷ്യന്മാർ വളരെ ചുരുക്കമാണ്. പ്രത്യേകിച്ച് എയർപോർട്ടിന്റെ സൈഡുകളിൽ താമസിക്കുന്ന ആളുകൾ, പോർട്ടിന്റെ സൈഡുകളിൽ താമസിക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെയും അത്തരത്തിൽ ഒരു സമയം ഉണ്ടാകും, അത്തരത്തിൽ കുറച്ച് സമയമെങ്കിലും കഴിയും എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമതായി ഈ സ്വാഭാവികമായിട്ടും ഈ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുണ്ടായ വലിയൊരു സമ്മർദ്ദം അത് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പെട്ടെന്ന് ട്രംപ് എത്താനുള്ള ഒന്നും. കാരണം ഈ കഴിഞ്ഞ ഒരു 2 ദിവസം മുൻപാണ് UAE പ്രസിഡന്റുമായി ട്രംപ് അവസാനമായി സംസാരിച്ചത്. ഔദ്യോഗികമായിട്ട് അത്തരത്തിലുള്ള സ്ഥിരീകരണമാണ് വന്നിട്ടുള്ളത്. അന്ന് ഉണ്ടായ ഒരു ചർച്ച, അത് ഏതാണ്ട് ഒരു അരമണിക്കൂർ ആ ചർച്ച നീണ്ടുനിന്നു എന്ന് പറയുന്നു. വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും സ്റ്റേറ്റ് മീഡിയ നൽകിയിട്ടില്ല. പക്ഷേ ആ ചർച്ചയ്ക്ക് ശേഷമാണ് ട്രംപ് ഈ ഒരു ആക്രമണം തങ്ങൾ ചുരുക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളത് ലിമിറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ധ്വനി ഓരോ സമയവും കൊണ്ടുവന്നത്. ഒരു ഘട്ടത്തിൽ അദ്ദേഹം യുദ്ധം വിജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഒപ്പം തന്നെ ഇറാൻ അവരുടെ അവസാന ആയുധങ്ങൾ മാത്രമാണ് അവരുടെ കയ്യിൽ ഇനി ഉള്ളതെന്ന് പറയുന്നു. 2 ആഴ്ചയ്ക്കുള്ളിൽ ആക്രമണം നിൽക്കുമെന്ന് പറയുന്നു. അങ്ങനെ ഈ യുദ്ധം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട്, സംഘർഷം നിൽക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റുകളൊക്കെയും ആ ഒരു ദിവസത്തിന് ശേഷമാണ് വന്നത് എന്നത് വളരെ പ്രധാനമാണ്. മറിച്ച് അത് മാത്രമല്ല, ഈ ബഹ്റൈൻ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടം അത് കണക്കാക്കാൻ കഴിയാത്തതാണ്. ഭീമമായിട്ടുള്ള നഷ്ടം സത്യത്തിൽ ബഹ്റൈനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഈ ഊർജ്ജ കേന്ദ്രങ്ങളിലൊക്കെ ഉണ്ടായ ആക്രമണം, എണ്ണപ്പാടങ്ങളിൽ ഉണ്ടായ ആക്രമണം, ഇതിനെയൊക്കെ ചെറുക്കാൻ ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ ഒരു 10-22 ദിവസം കൃത്യമായി ചെറുത്തിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിൽ, ചേർത്ത് നിൽക്കുന്നതിലൊക്കെ ഗൾഫ് രാജ്യങ്ങൾ വളരെയധികം മുന്നോട്ട് പോയി. പക്ഷേ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു വലിയ സാമ്പത്തിക ശക്തിയെ തകർക്കുന്ന രീതിയിലാണ് ഈ ആക്രമണം മുന്നോട്ട് പോയത്. അതിനപ്പുറം ഇത്രയും നാൾ ഈ ആക്രമണം ഒക്കെയും ഉണ്ടാകുമ്പോൾ മലയാളികൾ അടക്കമുള്ളവർക്ക് ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം, അതിലൊരു കുറവ് വരുന്നത് അല്ലെങ്കിൽ അതൊരു ചോദ്യചിഹ്നമായി മാറുന്നത് കുടിവെള്ളം മുട്ടും എന്നുള്ളൊരു സാഹചര്യം വരുമ്പോഴാണ്. നേരത്തെ എല്ലാവരും സൂചിപ്പിച്ച് ഏത് തരത്തിലാണ് ഗൾഫ് രാജ്യങ്ങളിൽ വെള്ളം ലഭിക്കുന്നതെന്ന്, വൈദ്യുതി ലഭിക്കുന്നതെന്ന്. ഒരു മണിക്കൂറുകളോളം എങ്കിലും അല്ലെങ്കിൽ 1 മണിക്കൂർ വൈദ്യുതി മുടങ്ങിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഭീമമായിട്ടുള്ള നഷ്ടമാണ് ഈ ഓരോ ഗൾഫ് രാജ്യങ്ങൾക്കും ഉണ്ടാകുന്നത് എന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത രീതിയിലാണ് പോകുന്നത്. ഒമാൻ പോലെയുള്ള ചില രാജ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ രാജ്യങ്ങളിലും അത് വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്, വൈദ്യുതി ഇല്ലാതായി കഴിഞ്ഞാൽ. ഇപ്പോൾ ഒടുവിലായിട്ട് ഈ സീസ്ഫയർ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇറാൻ മാധ്യമങ്ങളിൽ വരുന്ന ചില ദൃശ്യങ്ങൾ അത് ഈ വൈദ്യുതി നിലയങ്ങൾ ആക്രമിക്കും എന്നുള്ള തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കൊമിക്കുകളൊക്കെയും വരുന്നുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ചർച്ച മാറിയത് തന്നെയാണ് യുദ്ധം അല്ലെങ്കിൽ ഈ പറയുന്ന സംഘർഷം ഏറ്റവും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ഒരു കാരണമായി മാറിയത്. ഇനി എത്ര നാൾ മുന്നോട്ട് പോകുമെന്നുള്ളത് മാത്രമല്ല, റമദാൻ കാലമായിരുന്നു കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ എക്കോണമിയിൽ ഒരു വലിയ ഉയർച്ച ഉണ്ടാകാത്ത സമയം. അതിനുശേഷം ഇന്നാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് തുറക്കുന്നത്. ആ ദിവസം കൂടിയാണ് ഈ തീരുമാനം വന്നിരിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. എസ്കെൻ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.